ഹലോ മക്കളെ, ബോർഡ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അക്കൗണ്ടൻസിലെ നമ്മുടെ ലാബ് എക്സാം എന്ന് പറയുന്നത്. ആ ലാബ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലേ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നാളെ അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ലാബ് എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, എന്നിട്ട് 3 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിനാണ് ഈ ചോദ്യം വരാൻ പോകുന്നത്. അതിൽ 3 ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. ആദ്യം പറഞ്ഞത് എന്താണ് പറയുന്നത്, ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ സ്ഥാനങ്ങൾ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, ശേഷം മന്ത്ലി സാലറി എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവരോട് അതിൽ നിന്ന് നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് എന്താണ്, മന്ത്ലി സാലറി ഡിസംബറിൽ എല്ലാവർക്കുമായിട്ട് ടോട്ടൽ എത്ര കൊടുത്തു എന്ന് വെച്ചാൽ ഇത് മൊത്തം ആഡ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ക്ലർക്കുമാർക്ക് മാത്രം എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലുക്കപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് ആരാണ് 60,000 രൂപ വെച്ചിട്ട് സാലറി വാങ്ങുന്നത് എന്നുള്ളത്. ഇവരെ 3 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 2 ടോട്ടൽ കാണാനാണെങ്കിൽ മൂന്നാമത് ചോദ്യം ആരാണ് 60,000. ഇപ്പോൾ 3 ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ സം ഇഫ് അതേപോലെ ലുക്കപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വെറുതെ സം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. സം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടോട്ടൽ നമ്പർ അല്ലേ. ഇവിടെ എല്ലാവരുടെയും സാലറി ആഡ് ചെയ്യുന്നതിനാണ് സം എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നത്. സം ഇഫ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കണ്ടീഷൻ വരുമ്പം ഇവിടെ നമ്മളോട് എന്താ പറയുക, ക്ലർക്കുമാരത് മാത്രം അവർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മൾ സം ഇഫ് ആണ് കൊടുക്കുന്നത്. ആൻഡ് വി ഹാവ് ദ ലുക്കപ്പ് ഫംഗ്ഷൻ. 60,000 വന്ന ഒരു കോളത്തിന് അതിൻ്റെ പാരലായിട്ട് ആരാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ലുക്കപ്പ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ 3 ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മുടെ എവിടേക്ക് പോകണം, ഉബുണ്ടുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇതേപോലത്തെ ഒരു സ്ക്രീനാണ് കിട്ടുക. ഓക്കെ, ഇതേപോലത്തെ ഒരു സ്ക്രീന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ആ ഒരു ടേബിളിലുള്ള സാധനം ഇങ്ങോട്ട് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മിക്കവാറും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതുപോലെയുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, എന്ന് വെച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെ ഉള്ളതുപോലെ തന്നെ മന്ത്ലി സാലറി ഞാൻ നിങ്ങളൊപ്പം ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്തിട്ടുണ്ട്, അഭിഷേക് മാനേജർ എത്ര രൂപ സാലറി വാങ്ങുന്നത്, 85,000 റുപ്പീസ് ആണ്. 85,000 എന്ന് കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ. ഇനി അടുത്ത ആൾ ഈ പറഞ്ഞതുപോലെ തന്നെ ബിജോയ് അക്കൗണ്ടന്റ് എത്രയാണ് കൊടുക്കുന്നത്, 80,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 80,000. ഇങ്ങനെ എല്ലാവരുടേതും അടിക്കുന്നു നമ്മൾ കേട്ടോ. ഓക്കെ, എത്രയാണ്, 60,000 ഉണ്ട്, 48,000 ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ കൊടുക്കാം, 60,000, 48,000 ആൻഡ് ലാസ്റ്റ് വൺ 45,000. ഇങ്ങനെയാണ് അവരുടെ മന്ത്ലി സാലറി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നത്തിങ്, ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ തന്നെ എ ബി സി എന്ന് പറയുന്ന 3 കോളത്തിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ, ഇത് അടിച്ചത് മാത്രം കേട്ടോ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, മന്ത്ലി സാലറി കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മന്ത്ലി സാലറി, ടോട്ടൽ മന്ത്ലി സാലറി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ മന്ത്ലി സാലറി ഇവിടെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്ത് കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക, നമ്മുടെ സം ഫംഗ്ഷൻ അടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്തായാലും ഈക്വൽ ടു ഇടാൻ നമുക്ക് ഓർമ്മയുണ്ട്, കീബോർഡിന്റെ റൈറ്റ് എൻഡിലാണുള്ളത്. ഈക്വൽ ടു കൊടുക്കുക, എന്നിട്ട് സം നമ്മൾ കീബോർഡിൽ SUM എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നോക്കുക എവിടെ മുതലാണുള്ളത്, ഇവിടെ ഈ ഇതാണല്ലേ C2 എന്ന് പറയാം. ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ പോയി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ബൈ ഹാൻഡ് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റ് തുറന്നിട്ട് C2 എന്ന് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് കൊടുക്കുക, ഇങ്ങനെ 2 കുത്തുള്ള ഈ സാധനം കൊടുക്കുക. നമ്മുടെ എൻ്റർ ബട്ടൻ്റെ അടുത്ത് തന്നെ ഇയാൾ ഉണ്ടാവുന്നതാണ്. ഓക്കെ, എൻ്റർ ബട്ടൻ്റെ ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള 2ാമത്തെ ബട്ടണിലാണ്. വിത്ത് ഷിഫ്റ്റ് ഞെക്കിയിട്ട് വേണം കേട്ടോ നമ്മളത് ഞെക്കാൻ. ഷിഫ്റ്റ് ഞെക്കിയാൽ ഇങ്ങനെയാണ് വരിക. ഇതല്ല നമ്മുടെ സാധനം, എന്താണ്, ഇങ്ങനെ ഷിഫ്റ്റ് ഞെക്കിയിട്ടുള്ള സാധനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. സോറി കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ C2 എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പം സമ്മ് എന്ന് കൊടുക്കുക, C2 എന്ന് കൊടുക്കുക, എന്നിട്ട് അവസാനം ഇവിടെ ആരാണ്, 45,000 എന്ന് പറയുന്നത് C6 ആണ് അല്ലേ. ഓക്കെ, ഇവിടെ ഉള്ള C6. ആ സെല്ല് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, C6 എന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബൈ ഹാൻഡ് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഷിഫ്റ്റ് വെച്ചിട്ട് ആ ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ ഞെക്കി കഴിഞ്ഞാൽ 3,18,000 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മാസത്തെ. അപ്പം ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ മന്ത്ലി സാലറി ഡിസംബറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി, ആൻസർ കിട്ടി. ഇതുപോലെ തന്നെ അടുത്തത് ചോദിക്കേണ്ട ക്ലർക്ക് മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എല്ലാവരതും വേണ്ട, ക്ലർക്കിൻ്റെത് മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ ക്ലർക്കിൻ്റെ സാലറി കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് കുറച്ചുകൂടെ
ഓക്കെ, ക്ലർക്കിന്റെ സാലറി ആണ് എന്നെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈക്വൽ ടു കൊടുക്കുക. SUMIF സം ഇഫ് എന്ന് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ സം ഇഫ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആദ്യം അവർ ഡെസിഗ്നേഷൻ നോക്കുക. ക്ലർക്കിൻ്റെത് മാത്രമല്ല, അപ്പോൾ ക്ലർക്ക് എവിടെ ഉള്ളത് നമ്മൾ ആദ്യം കൊടുക്കണം. എവിടെയാണ് ഉള്ളത്, ഇവിടെ മുതൽ B2 മുതൽ ഇവിടെ ഒന്നും ക്ലിക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. എന്ത്, B2 മുതൽ എവിടെ വരെ, B6 വരെ. ഓക്കെ, 6 എന്നുള്ള നമുക്ക് ലാസ്റ്റ് ആയതുകൊണ്ട് B6 എന്ന് വേഗം മനസ്സിലായി. ഓക്കെ, എന്നിട്ട് ഒരു കോമ കൊടുത്തിട്ട് ഒരു ഇൻവേർട്ടഡ് ഇൻവെർട്ടഡ് അല്ല, ഈ ഡബിൾ ഇത് കൊടുക്കാം, ഈ സാധനം കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും പറയില്ല, ഡബിൾ ഇൻവേർട്ടഡ് കോമ അങ്ങനെ പറയില്ല. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കുക, ക്ലർക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ആ ഡബിൾ ഇൻവേർട്ടഡ് കോമ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഏതാണ് ടോട്ടൽ കിട്ടാനുള്ള ഈ നമ്പർ കൊടുക്കണ്ടേ, ഇവിടുത്തത് കൊടുക്കുക. നേരത്തെ സമ്മ് കൊടുത്തതുപോലെ തന്നെ C2 മുതൽ ഒരു കോമ കൊടുക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുക്കുക. C2 മുതൽ എവിടെ വരെ, C6 വരെ. സ്ക്രീനിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടോ? എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് ഒരു എൻ്റർ അങ്ങോട്ട് ഞെക്കിയാൽ 93,000. എന്താണ്, ഇവിടെയുള്ള ക്ലർക്കുമാരുടെ രണ്ടാൾക്കാരുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് എത്രയാണ്, 93,000 ആണെന്നുള്ളതും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഇപ്പോൾ എൻ്റെ ടോട്ടൽ സാലറിയുമായി ക്ലർക്കിൻ്റെ സാലറിയും കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനും ആരാണ് 60,000 രൂപ സാലറി വാങ്ങുന്നത് നോക്കിയാൽ നമുക്ക് നേരെ കാണാം ജോസ് ആണെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കമൻറ്റ് ലുക്കപ്പ് ഫംഗ്ഷൻ കൊടുക്കണം. അപ്പോൾ ലുക്കപ്പ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആരാണ് പേഴ്സൺ 60,000 ഞാൻ ഇപ്പോൾ തൽക്കാലം ഇത് കൊടുക്കുകയാണ്. 60,000 എന്ന് അവിടെ നിന്നോട്ട് ആരാണ് 60,000 വാങ്ങുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈക്വൽ ടു ലുക്ക് അപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എത്ര രൂപേൻ്റെ വെച്ചത്, 60,000, 60,000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. 60,000 വാങ്ങുന്ന ആളല്ലേ വേണ്ടത്. ഒരു കോമ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇതാ 60,000 ഒരു കോമ. അപ്പോൾ എന്ത് കൊടുക്കുക, C2 ആരാണ് 60,000 വാങ്ങുന്നത് നല്ല ആദ്യം, യെസ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, C2 to C6ൽ എന്നിട്ട് ഒരു കോമ കൊടുത്തിട്ട് എവിടെ, ഇതിൽ ആരെ പേരാന്നല്ല കിട്ടേണ്ടത്, അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, A2 മുതൽ A6 വരെ എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു, ജോസ് എന്നുള്ള പേര് കിട്ടുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഞാനിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതുകൊണ്ട് ഇത്ര സമയമായിരുന്നേ ഉള്ളൂ. നിങ്ങൾ സിമ്പിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇവിടെയുള്ള പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞാൽ, സിൻടാക്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കുമ്പോൾ ഒരു കോമ തെറ്റിയാൽ മതി, പിന്നെ എന്ത് ചെയ്യും, അത് എററായിട്ടാണ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ജോസിൻ്റെ അടിക്കുന്നതിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ ഈ A6 A2 കഴിഞ്ഞപ്പോൾ ഒരു കോമ കൊടുക്കാൻ മറന്നു എന്ന് വിചാരിക്കേ, ഞാൻ എൻ്റർ അടിച്ചാൽ അത് അങ്ങനെ തന്നെ അവിടെ കിടക്കും. ഓക്കെ, ഒന്നും കാണൂല. ആ ഒരൊറ്റ കോമനെ കൊണ്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇത് മൊത്തം തെറ്റി എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കോമ കൊടുത്താൽ എന്തായി, കാര്യം ഓക്കെ ആയി, ജോസ് എന്നുള്ളത്. അപ്പോൾ അതിലത്തെ ഓരോ കോമയും ഇൻവേർട്ടഡ് കോമയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെൽ നമ്പറുകൾ നോക്കാൻ വേണ്ടി പഠിച്ചു വെക്കുക നിങ്ങൾ. ഇത് C2 എന്നുള്ളതാണെന്നും ഇത് C6 എന്നാണുള്ളതും എന്നൊക്കെയുള്ള രീതിയിൽ A2 A6 ഇതെങ്ങനെയാണ് നോക്കുന്നത്, ഇവിടെ A ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഈ രണ്ട് നമ്പറും കൂടി ആദ്യം ആൽഫബറ്റ് അടിക്കുക, എന്നിട്ട് നമ്പർ അടിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നു. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, ഫുൾ മാർക്ക് കിട്ടുന്നു. ഒരു 6 മാർക്കിൻ്റെ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രൊസീജിയർ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ മക്കളെ, അടുത്ത ഒരു ഫംഗ്ഷനുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ മക്കളെ, ബൈ, സി യു.